നമസ്കാരം. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രതി ഹണി ട്രാപ്പ് ശൃംഖല നടത്തിയിരുന്നതായി അന്വേഷണ സംഘം. കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ പ്രതി ആദിൽ മജീദ് റത്താറാണ് ഹണി ട്രാപ്പ് ശൃംഖല നടത്തിയിരുന്നതായി കരുതുന്നത്. ഇയാളുടെ 14 മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. ഒന്നിലധികം കശ്മീരി സ്ത്രീകളുമായുള്ള അശ്ലീല ഫോട്ടോകളും വീഡിയോ കോൾ രേഖകളും ഇതിലുണ്ടെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. സെഷൻ ആപ്പിലും വാട്സാപ്പിലും രാത്രി വൈകിയുള്ള എൻക്രിപ്റ്റഡ് ചാറ്റുകളും കണ്ടെത്തി. പ്രാദേശിക ഡോക്ടർമാരുമായി അടുപ്പം സ്ഥാപിക്കുന്നതിനും വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുന്നതിനും സ്വാധീനം തേടുന്നതിനും വേണ്ടി കശ്മീരി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിരുന്നു രീതി. ഇയാൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് സഹായം നൽകിയിരുന്നു എന്ന കാര്യവും അന്വേഷിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിനിടെ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീന് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമെന്ന സൂചനയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡയറി കുറിപ്പുകൾ കിട്ടി. തുർക്കിയിൽ നിന്ന് അബു ഉവാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനും ശ്രമം നടത്തി വരികയാണ്. അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിലാകണമെന്നാണ് വിവരം. സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് NIA. സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് എന്നാണ് സൂചന. ഉമർ നബിയുടെ സഹായി അമീർ റഷീദ് അലി എന്നയാളാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇയാളുടെ പേരിലാണ് കാർ വാങ്ങിയത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് 73 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിനു വേണ്ടി കാർ വാങ്ങാനാണ് അമീർ റഷീദ് അലി ഡൽഹിക്ക് എത്തിയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണെന്നും NIA വ്യക്തമാക്കി. കേസിൽ ഇതാദ്യമാണ് ഏജൻസി പ്രതികരിക്കുന്നത്. പഞ്ചാബിലെ പഠാൻകോട്ടിൽ നിന്ന് റയീദ് അഹമ്മദ് എന്ന സർജനും അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ പലതവണ അൽഫല സർവകലാശാലയിലേക്ക് വിളിച്ചതായാണ് വിവരം. ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ ഉമറുമായോ പിടിയിലായ മറ്റു ഡോക്ടർമാരുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. ഉമർ ഉൻ നബിൽ ചാവേർ ആയിരുന്നുവെന്ന് NIA സ്ഥിരീകരിച്ചു. ചാവേർ ബോംബറുടെ സഹായിയെ അറസ്റ്റ് ചെയ്തു എന്ന തലക്കെട്ടോടെ പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിലാണ് ഉമറിനെ ചാവേർ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചാവേർ ഉമർ നബിയുടെ സഹായി കശ്മീർ സ്വദേശി അമീർ റാഷിദ് അലി എന്നയാളെ അറസ്റ്റ് ചെയ്തതായും NIA വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവരുൾപ്പെടെ ഇതുവരെ 73 സാക്ഷികളെ ചോദ്യം ചെയ്തതായും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കി. സ്ഫോടനത്തിൽ സംഭവ സ്ഥലത്ത് നിന്ന് 9 mm-ന്റെ 2 വെടിയുണ്ടകളും 1 ഷെല്ലും കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സുരക്ഷാ സേനയ്ക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന തോക്കിലെ ബുള്ളറ്റ് എങ്ങനെ സംഭവ സ്ഥലത്ത് എത്തി എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ സംഭവ സ്ഥലത്ത് നിന്ന് തോക്കോ അതിന്റെ ബാക്കി ഭാഗങ്ങളോ കണ്ടെത്തിയിട്ടില്ല. പൊട്ടിത്തെറിച്ച കാർ ഓടിച്ച ഡോക്ടർ ഉമർ നബിയുടേതാണോ ലഭിച്ച ബുള്ളറ്റ് എന്നതടക്കമുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്ഫോടനത്തിൽ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം പുതിയ FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.